ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഫോർ ഏച്ചീനെ എയർപോർട്ട് കൊണ്ടാക്കൽ. പുറത്ത് നല്ല മഴയും നല്ല തണുപ്പും, അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല. കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. മടിയായിട്ടൊന്നും അല്ലാട്ടാ, മഴ ആയതുകൊണ്ട് മാത്രമാണ്. ഇതെന്റെ ഏച്ചി എനിക്ക് വാങ്ങി തന്ന പുതിയ കുപ്പായം. ഏച്ചി പോകുന്നതിന്റെ വിഷമത്തിൽ പുതിയ കുപ്പ ഇടാൻ തീരുമാനിച്ചു. ഇതെന്റെ പഴയ ജീൻസോ, ഇത് ചാടാനായി എന്നെ വിട്ട് പോകുന്നില്ല ഗൈസ്. ഈ ജീൻസ് എന്തെല്ലാം വന്നു കുപ്പായാലിട്ട് റെഡിയായി. ഇനിയാണ് പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല ഗൈസ്. ലിപ്സ്റ്റിക് പോയിട്ട് ഒരു കുപ്പായം വരെ ഞാൻ കന്നങ്ങാട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഏച്ചീൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടായത് എടുത്തിട്ട് നോക്കി. അതാണെങ്കിൽ എനിക്ക് ഒട്ടും ചേരുന്നില്ല. അത് ഇട്ടതിനപ്പോൾ ഞാൻ എന്തോ തുമ്മാൻ ചമച്ച് വായി വെച്ച പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇട്ട ടീഷർട്ട് കൊണ്ട് അത് അങ്ങ് തുടച്ച് ആവേശത്തിൽ തുടച്ചെങ്കിലും പിന്നെയാണ് ഗൈസ് ഞാൻ ഓർക്കുന്നത്, അമ്മ എന്നെ തല്ലിക്കൊല്ലും കുപ്പായത്തിൽ അരച്ചതിന്. അയ്യോ, അത് ആലോചിച്ച് എനിക്ക് ഡിപ്രഷൻ ആയിപ്പോയി. ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഗൈസ് എൻ്റെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചുണ്ടുകൊണ്ട് വെറുതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ലിപ് ബാം എടുത്തിട്ട് സെറ്റാക്കി. ഇതോടുകൂടി എൻ്റെ പ്രശ്നം കഴിഞ്ഞെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല ഗൈസ്, മുടിയെല്ലാം കെട്ടിവെച്ചപ്പോഴാണ് ആലോചിച്ചത് ബുഷ് എടുത്തു. ഇനി അതും വരുത് ഈ വീട് മൊത്തം നടക്കണം. അത് പിന്നെ മായാജാലായി പോകലാണ്. ഏടത്തേക്കാ പോകുന്നതെന്ന് തിരിയില്ല. ആവശ്യമെല്ലാം കഴിയുമ്പോൾ പരുതി കിട്ടും. ബുഷ് വരുതാൻ ഫ്ലൈറ്റ് പോകും. ഞാൻ എന്തൊക്കെ ഒന്ന് കെട്ടിയിട്ട് പോട്ടെ ഗൈസ്. ബാക്കി വീഡിയോ നമുക്ക് പാർട്ട് 2 കാണാം. ബൈ.